ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർട്ടിക്കൾച്ചറിലെ സിലബസിലെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഹോർട്ടിക്കൾച്ചറിന്റെ ഇൻട്രൊഡക്ഷൻ ഏരിയ യൂട്യൂബിൽ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സിലബസിൽ ഇനി അടുത്ത ഒരു ഏരിയ ആണ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ. അപ്പൊ നമുക്ക് അഗ്രികൾച്ചറിന്റെ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അതൊരു വലിയ വാസ്റ്റ് ഒരു ഏരിയ ആണ്. അതിന്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ, അതിന്റെ ഡെഫിനേഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. പ്ലാന്റ് പ്രൊപ്പഗേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിംപ്ലി നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു കൃഷി നമുക്ക് തുടങ്ങുമ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താണ്, നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നല്ല ഗുഡ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രിലിമിനറി സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം പ്ലാന്റിംഗ് മെറ്റീരിയൽസിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം, മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി ദറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ് പ്ലാന്റ് പ്രൊപ്പഗേഷന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ പ്ലാന്റ് പ്രൊപ്പഗേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സെക്ഷൽ പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ അസെക്ഷൽ പ്രൊപ്പഗേഷൻ. സെക്ഷൽ പ്രൊപ്പഗേഷൻ എല്ലാവർക്കും അറിയാം എന്ത് വഴിയായിരിക്കും, അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് പ്രൊപ്പഗേഷൻ ബൈ മീൻസ് ഓഫ് സീഡ്. വിത്ത് വഴിയുള്ള പ്രജനന രീതി അല്ലെങ്കിൽ സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഇപ്പം പ്ലാന്റ് പ്രൊപ്പഗേഷൻ, സെക്ഷൽ പ്രൊപ്പഗേഷൻ പറഞ്ഞു, സീഡ് വഴിയുള്ള പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ഈസ് അസെക്ഷൽ പ്രൊപ്പഗേഷൻ. അസെക്ഷൽ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നു. അപ്പൊ അത് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും അസെക്ഷൽ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ബൈ യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്. നെക്സ്റ്റ് ഈസ് ബൈ യൂസിങ് കട്ടിങ്സ്, ദെൻ ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇത്രയുമാണ് അസെക്ഷൽ പ്രൊപ്പഗേഷനിൽ വരുന്നത്. ഓക്കെ, പ്ലാന്റ് പ്രൊപ്പഗേഷന്റെ ക്ലാസിഫിക്കേഷൻ സെക്ഷൽ, അസെക്ഷൽ. Sectional classification by using specialized organs, then cuttings, layering, budding, grafting, micropropagation. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ 3 പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്, ദെൻ കട്ടിങ്സ്, ലെയറിംഗ്, ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെക്ഷൽ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ബൈ സീഡ്. ദെൻ അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഓർ ക്ലോണൽ പ്രൊപ്പഗേഷൻ, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്സ്. നമ്മൾ ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ട്, അതിന്റെ റൂട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മോ ലീഫോ അങ്ങനെ വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ച് നമ്മൾ പാർട്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് അസെക്ഷൽ മെത്തേഡ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ക്ലോണൽ പ്രൊപ്പഗേഷൻ. അപ്പം ക്ലോണൽ പ്രൊപ്പഗേഷൻ, അപ്പം ക്ലോൺ എന്ന ടേം അറിഞ്ഞിരിക്കണം. ക്ലോണിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലോൺ ആൻസർ വരത്തക്ക രീതിയിൽ ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് എ ക്ലോൺ മേ ബി ഡിഫൈൻഡ് ആസ് ജെനറ്റിക്കലി യൂണിഫോം, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ജെനറ്റിക്കലി യൂണിഫോം മെറ്റീരിയൽ ഡിറൈവ്ഡ് ഫ്രം സിംഗിൾ ഇൻഡിവിജ്വൽ ആൻഡ് പ്രൊപ്പഗേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ബൈ വെജിറ്റേറ്റീവ് മീൻസ്. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന പ്രോജനീനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലോൺ എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും, ദേ ആർ ജെനറ്റിക്കലി യൂണിഫോം, അത് ഒരുപോലെ ആയിരിക്കും, ജെനറ്റിക്കലി യൂണിഫോം ആയിരിക്കും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന പ്രോജനീന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ക്ലോൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അസെക്ഷൽ പ്രൊപ്പഗേഷന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് പ്രൊപ്പഗേഷൻ ബൈ യൂസിങ് സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് പാർട്സ്, അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ചില പ്ലാന്റ്സിന്റെ സർട്ടൺ പ്ലാന്റ് പൊസസ് സ്പെഷ്യലൈസ്ഡ് വെജിറ്റേറ്റീവ് സ്ട്രക്ചർ. ചില പ്ലാന്റ്സിൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സ്ട്രക്ചർ, അതായത് പാർട്സ് ഉണ്ടായിരിക്കും. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി ഫംഗ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ്, അതൊരു പ്ലാന്റിംഗ് മെറ്റീരിയൽ, അതായത് അത് പ്രൊപ്പഗേറ്റീവ് മെറ്റീരിയൽ ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ചില ക്രോപ്സിലുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ സെപ്പറേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ അത്തരത്തിലുള്ള പ്ലാന്റ് പാർട്സിനെ, വെജിറ്റേറ്റീവ് പാർട്സിനെ സെപ്പറേറ്റ് ചെയ്ത് ആ പാർട്സിനെ നമുക്ക് പല ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ഡിവിഷൻസിനെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് സെപ്പറേഷൻ ആൻഡ് ഡിവിഷൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് പ്രൊപ്പഗേഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് പാർട്സിൽ വരുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളും അത് ഓരോ പാർട്ടിനും ഏത് ക്രോപ്പിലാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾ അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാംസിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഏതൊക്കെയാണ്, വിച്ച് ആർ ദ സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് പാർട്സ് യൂസ്ഡ് ഫോർ പ്രൊപ്പഗേഷൻ? ദാറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ ബൾബ്, ദെൻ കോം, ട്യൂബർ, ട്യൂബറസ് റൂട്ട്സ് ആൻഡ് സ്റ്റെം, റൈസോം, റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്, ക്രൗൺ.
ഈ പറയുന്ന പേരുകളൊക്കെ നമ്മൾ +2ന്റെ NCERT സിലബസിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ +2 തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾ എന്താണ്, ഓരോ പാർട്ടിന്റെ ഒരു ഡെഫിനേഷൻ ഒരു സിംഗിൾ വേർഡിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബൾബ്. ബൾബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ക്രോപ്പ് ഏതായിരിക്കും? ദാറ്റ് ഈസ് ഒണിയൻ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക്. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ബൾബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ക്രോപ്പ് ഒണിയൻ ആയിരിക്കും. അപ്പൊ എന്താണ് ബൾബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് അണ്ടർഗ്രൗണ്ട് ഓർഗൻ consisting of a short stem axis bearing at its apex a growing point or flower primordium enclosed by thick fleshy scales. ഞാൻ എന്തിനാ ഈ ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, അതായത് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇത് ഏത് പാർട്ടാണ്, അപ്പം ഓപ്ഷൻസിൽ എന്തുണ്ടായിരിക്കും? ബൾബ്, കോം, സക്കർ, ഓഫ്സെറ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ എന്താണ് അതിന്റെ കീ പോയിന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഇവിടെ എന്താണ് ഈ സ്ട്രക്ചർ? എൻക്ലോസ്ഡ് ബൈ തിക് ഫ്ലഷി സ്കെയിൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ സവാള എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കവറിംഗ് ഇല്ല, അതിൽ സ്കെയിലി ലീവ്സ്. അപ്പം ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഇത് കൊടുത്തിരിക്കുന്നത് അത് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് MCQs ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഡെഫിനിഷൻ നമുക്ക് ഇപ്പോൾ ഒരു MCQ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ലെവൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരും നമ്മളോട് ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കില്ല. പക്ഷെ എന്താണ് ഈ സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു കീ പോയിന്റ്, അതായത് തിക് ഫ്ലഷി സ്കെയിൽസ്, കുറച്ച് ഡെഫിനിഷൻ അല്ലെങ്കിൽ കുറച്ച് സ്ട്രക്ചേഴ്സിന് ഓരോ ടേംസിന്റെ ആയിരിക്കും, അത് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ് ബൾബ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് അണ്ടർഗ്രൗണ്ട് ഓർഗൻ consisting of a short stem axis bearing at its apex a growing point or flower primordium enclosed by thick fleshy scales. തിക്ക് ആയിട്ടുള്ള ഫ്ലഷി സ്കെയിൽസ് കൊണ്ട് കവേർഡ് ആയിരിക്കും ബൾബ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ. അപ്പൊ ഇത് എന്താണ്? ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൾബിന് എക്സാമ്പിൾസ് ആണ് ഒണിയൻ, അതുപോലെ തന്നെ ഓർണമെന്റൽ ക്രോപ്പ് ആയിട്ടുള്ള ലില്ലി. ഓക്കെ, അപ്പൊ ഒണിയൻ എല്ലാവർക്കും അറിയായിരിക്കും. ബൾബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്രോപ്പും ഒണിയൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബൾബ്, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഒണിയൻ ആൻഡ് ലില്ലി. ഇനി രണ്ടാമത്തേതായിട്ട് കോം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ എക്സാമ്പിൾ? ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എലിഫന്റ്യൂട്ടിയം, ഗ്ലാഡിയോലസ് ഒക്കെയാണ് കോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്സ് എന്ന് പറയുന്നത്. കോം ഈസ് ദ സൊള്ളൻ ബേസ് ഓഫ് എ സ്റ്റെം ആക്സിസ്, അതായത് സൊള്ളൻ ആയിട്ടുള്ള വീർത്തിരിക്കുന്ന സൊള്ളൻ ബേസ് ഓഫ് എ സ്റ്റെം ആക്സിസ് എൻക്ലോസ്ഡ് ബൈ ദ ഡ്രൈ സ്കെയിൽ ലൈക്ക് ലീവ്സ്. അപ്പം ഇങ്ങനെ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽ ലൈക്ക് ലീവ്സ് കൊണ്ട് കവേർഡ് ആയിരിക്കും എന്ന് പറയുന്നത് കോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോളിഡ് സ്റ്റെം സ്ട്രക്ചർ വിത്ത് ഡിസ്റ്റിങ്ക്ട് നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പൊ ഒരു സ്റ്റെമ്മിന് എന്തൊക്കെയുണ്ട്? നോട്ട്സും ഉണ്ട്, ഇന്റർനോട്ട്സും ഉണ്ട്. നമ്മുടെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെംസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റെമ്മിന് നോഡും ഇന്റർനോട്ട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെങ്കിലും വിച്ച് ഇസ് ഹാവിംഗ് distinct nodes and internodes. Okay, the development of miniature combs between the old and new combs is termed as comels. അതായത് ഈ വലിയ കോമിൽ നിന്ന് നമുക്ക് ചെറിയ കോംസിനെ ഡിവൈഡ് ചെയ്തെടുക്കാം. ദാറ്റ് ഇസ് ആസ് കോമൽസ്. ഓക്കെ, ലാർജ് കോംസ് ക്യാൻ ബി കട്ട് ഇൻ ടു സെക്ഷൻസ് റിറ്റെയിനിങ് എ ബഡ് ഇൻ ഈച്ച് സെക്ഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചേനയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കൃഷി ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു വലിയ ചേനയെ നമ്മൾ അതുപോലെ കൊണ്ട് ചെയ്യണോ? വലിയ ചേനയെ നമ്മൾ ചെറുതായി മുറിച്ച് ഓരോ കട്ട് പോർഷൻസിലും എന്തുണ്ടായിരിക്കും? ഓരോ ബഡ് വരത്തക്ക രീതിയിൽ റീറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ചെറിയ പോർഷൻസിനായിരിക്കും നമ്മൾ പ്രൊപ്പഗേറ്റ് അല്ലെങ്കിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ലാർജ് കോംസ് ക്യാൻ ബി കട്ട് ഇൻ ടു സെക്ഷൻസ് റീറ്റെയിനിങ് എ ബഡ് ഇൻ ഈച്ച് സെക്ഷൻ ആൻഡ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്. അതായത് വലിയൊരു കോമിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറിയ സെക്ഷൻസ് ആക്കി ആ ഓരോ സെക്ഷനിൽ എന്തുണ്ടായിരിക്കണം? അത് ജെർമിനേറ്റ് ചെയ്ത്, അതായത് പുതിയ പ്ലാന്റ് ആയിട്ട് രൂപപ്പെട്ട് വരണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? അതിനകത്ത് ഒരു ബഡ് ഉണ്ടായിരിക്കണം. റീറ്റെയിനിങ് എ ബഡ് ഇൻ ഈച്ച് സെക്ഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അതാണ് കോം എന്ന് പറയുന്നത്. കോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എലിഫന്റ്യൂട്ടിയം ആൻഡ് ഗ്ലാഡിയോലസ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ സ്ട്രക്ചർ കഴിഞ്ഞു, ബൾബ് കഴിഞ്ഞു, കോം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ സ്പീഡിലല്ലോ പോകുന്നത്? സ്പീഡ് ഉണ്ടോ? ഹലോ, സ്പീഡിലാണെങ്കിൽ സ്പീഡാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് സ്ലോ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ബൾബ് കഴിഞ്ഞു, കോം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്യൂബറും എന്ത് മോഡിഫിക്കേഷൻ ആണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂബർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്? പൊട്ടാറ്റോ. ഓക്കെ, അതായത് ഉരുളക്കിഴങ്ങ്. എ ട്യൂബർ ഈസ് സ്പെഷ്യലൈസ്ഡ് സ്വോളൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം
വിച്ച് പൊസസസ് ഐസ് ഇൻ റെഗുലർ ഓർഡർ ഓവർ ദ സർഫസ്. അപ്പൊ നമുക്കറിയാം പൊട്ടറ്റോയിൽ നമ്മൾ കുറച്ച് നാൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് മുളച്ചു വരത്തില്ല. അപ്പം ഇതുപോലുള്ള ജെർമിനേറ്റിംഗ് ഐ ബഡ്സ് ഉണ്ടായിരിക്കും. ദ ഐസ് പ്രസന്റ് ദ നോട്ട്സ് ഓഫ് ദ ട്യൂബർ റെപ്രസെന്റ് ദ നോട്ട്സ് ഓഫ് ദി ട്യൂബർ. അപ്പൊ നമ്മൾ സ്റ്റെംസിൽ നമ്മൾ പറഞ്ഞു നോട്ട്സും ഇന്റർനോട്ട്സും ഉണ്ട്. അപ്പം പൊട്ടറ്റോയിൽ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ഈ ഐസ് ആണ് എന്ന് പറയുന്നത് വിച്ച് റെപ്രസെന്റ് ദ നോട്ട്സ് ഓഫ് ദ ട്യൂബർ, അതായത് നോഡായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, these tubers are used for planting either by whole tuber or by cutting into sections containing one or more bud. അപ്പൊ നമുക്ക് ഒന്നെങ്കിലും ഈ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങിന് അതുപോലെ നമുക്ക് ഒരു ഫുൾ ഹോൾ ട്യൂബറിന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചേരയുടെ കേസിൽ പറഞ്ഞതുപോലെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഓരോ കട്ട് പീസിലും ജെർമിനേറ്റിംഗ് അല്ലെങ്കിൽ ആ ഐബഡ്സ് ഉള്ള അല്ലെങ്കിൽ ബഡ് ഉള്ള ആ സെക്ഷന് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ട്യൂബർ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സ്പെഷ്യലൈസ്ഡ് സ്വോളൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വിച്ച് കണ്ടെയ്ൻസ് എന്താണ് ഐസ്. ഓക്കെ, ജെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഐബഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ട്യൂബർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്, ദറ്റ് ഈസ് പൊട്ടേറ്റോ. അപ്പൊ നമ്മൾ ആദ്യം ബൾബ് പറഞ്ഞു, ഒണിയൻ, ദെൻ കോം പറഞ്ഞു, എലിഫന്റ് ഫുട്ടിയം, അതുപോലെ തന്നെ ഗ്ലാഡിയോലസ്, ദെൻ തേർഡ് വൺ ദറ്റ് ഇസ് ട്യൂബർ. ട്യൂബർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് പൊട്ടേറ്റോ. ഓക്കെ, അപ്പൊ മൂന്നാമത്തത് കഴിഞ്ഞു. ഇനി അടുത്ത സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ആണ് ട്യൂബറസ് റൂട്ട്സ് ആൻഡ് സ്റ്റെം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ വരെ നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷൻ സ്റ്റെമ്മിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ട്യൂബറസ് റൂട്ട്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പ് ഏതാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഏത് ക്രോപ്പാണ്. ദിസ് ഇസ് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നമ്മൾ ട്യൂബറസ് റൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റെം വഴി, സ്റ്റെം എന്ന് പറയുമ്പോൾ അതിന്റെ വൈൻസ് ഉണ്ടായിരിക്കും, മധുരക്കിഴങ്ങിന്റെ വള്ളികൾ ഉണ്ടല്ലോ, അപ്പൊ ആ വള്ളികൾ വഴിയോ അല്ലെങ്കിൽ ട്യൂബറസ് റൂട്ട്സ് വഴിയോ ആണ് നമ്മൾ എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, മധുരക്കിഴങ്ങ്. അതുപോലെ തന്നെ ഡാലിയയിലും ട്യൂബറസ് റൂട്ട്സ് ആണ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. In certain plant systems are usually crawling on the ground and form thick adventitious roots. Adventitious roots form ചെയ്യുന്നു. അപ്പൊ ആ ട്യൂബറസ് റൂട്ട്സിന് ബോത്ത് സ്റ്റെം ആൻഡ് ട്യൂബറസ് റൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. നമുക്ക് ട്യൂബറസ് റൂട്ട്സിനെയും അതുപോലെ തന്നെ വൈൻ കട്ടിങ്സ് സ്റ്റെംസിനെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എയ്തർ ത്രൂ ട്യൂബറസ് റൂട്ട്സ്, അതുപോലെ തന്നെ എന്താണ് വൈൻ കട്ടിങ്സ്. നമുക്ക് അതിന്റെ വൈൻ്റെ കട്ടിങ്സ്, എല്ലാവരും മധുരക്കിഴങ്ങിന്റെ വള്ളികൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പൊ ആ വള്ളികൾ നമുക്ക് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്യൂബറസ് റൂട്ട്സ് വഴിയോ മധുരക്കിഴങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ട്യൂബറസ് റൂട്ട്സ് ആൻഡ് സ്റ്റെമ്മിന്റെ എക്സാമ്പിൾ ആണ് സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് ഡാലിയ. ഇത്ര വരെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് റൈസോം. റൈസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സ്റ്റെം സ്ട്രക്ചർ. റൈസോം എന്ത് മോഡിഫിക്കേഷൻ ആണ്, സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇൻ വിച്ച് ദ മെയിൻ ആക്സിസ് ഓഫ് ദ പ്ലാന്റ് ഗ്രോസ് ഹൊറിസോണ്ടലി ജസ്റ്റ് ബിലോ ദ ഗ്രൗണ്ട് സർഫസ്. അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്, ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് എന്തെന്ന് പറയുന്നത്, റൈസോം എന്ന് പറയുന്നത്. A rhizome consisting of nodes and internodes having leaves correspond the node. അപ്പം നമ്മൾ പറഞ്ഞു സ്റ്റെമ്മിൽ നോട്ട്സും ഇന്റർനോഡ്സും ഉള്ളതുപോലെ റൈസോമിൽ എന്തുണ്ട്, നോഡും ഇന്റർനോഡും ഉണ്ട്. ആൻഡ് the propagation by rhizome is carried out by cutting into sections and each sections has at least one lateral bud. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് റൈസോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്രോപ്പാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. അതായത് ഇഞ്ചി, മഞ്ഞൾ, ജിഞ്ചർ, ടർമറിക്, കാർഡമം, ഇതൊക്കെ തന്നെ എന്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്, റൈസോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഇഞ്ചി, മഞ്ഞൾ, കാർഡമം, ഏലം, ഇതൊക്കെ എന്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്, റൈസോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. റൈസോം എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇത്ര നേരം നമ്മൾ പറഞ്ഞ സ്ട്രക്ചറൊക്കെ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം. നമ്മളിപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അതിന്റെ എന്താണ് കാര്യം, അതിന്റെ ഡെഫിനിഷൻ, അതല്ലെങ്കിൽ അതിന്റെ ഒരു വൺ വേർഡ് പറയുന്നു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു പോവുകയാണ്. റണ്ണർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിൻ ആൻഡ് ലോങ് സ്റ്റെം വിച്ച് ഡെവലപ്പ് ഫ്രം ദ ആക്സിൽ ഓഫ് ദ ലീവ്സ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് എന്താണ്, ഒരു സ്ട്രോബെറി പ്ലാന്റ് ആണ്. അപ്പം ഇതിന്റെ ലീഫ് ആക്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു തിൻ ലോങ് സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു തിൻ ലോങ് സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഗ്രോസ് ഹൊറിസോണ്ടലി, അത് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുന്നു എലോങ് ദ ഗ്രൗണ്ട് ആൻഡ് ഫോംസ് എ ന്യൂ പ്ലാന്റ് അറ്റ് ദ നോട്ട്സ് വേർ ഇറ്റ് മീറ്റ് സോയിൽ. അതായത് ഇവിടുന്ന് ഈ ലീഫ് ആക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ലോങ് സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നു. അത് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്ത് അത് പിന്നീട് എവിടെയാണോ മണ്ണിൽ വരുന്നത് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അത് റൂട്ട് ഫോം ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ചെറിയ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വലിയ എന്താ പറയാ സ്ട്രോബെറി പ്ലാന്റിൽ നിന്ന് അതിന്റെ റണ്ണേഴ്സ് ഇങ്ങനെ പോയിട്ട് ചെറിയ ചെറിയ ഡോട്ടർ പ്ലാന്റ്സ് ഫോം ചെയ്തേക്കുന്നത് കാണാൻ പറ്റും ഈ പിക്ചറിൽ. വെൻ ദിസ് റണ്ണർ ഡെവലപ്പ് സഫിഷ്യന്റ് റൂട്ട്, അതായത് അത്യാവശ്യം റൂട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്തിട്ട് ഇറ്റ് ഇസ് ഡഗ് ഔട്ട് ആൻഡ് പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് വേറെ എടുത്ത് പ്ലാന്റ് ചെയ്യാം. ഓക്കെ, അപ്പം റണ്ണർ എന്ന് പറയുന്നത് റണ്ണ് ആ പേരിൽ തന്നെയുണ്ട്, അതായത് ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ റൺ ചെയ്ത് പോകണം. റണ്ണർ ഫോമിങ് ഗ്രൗണ്ടിൽ കൂടെ ഹൊറിസോണ്ടലി അത് ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്തിട്ട് എന്ത് കിട്ടുന്നു, റൂട്ടിംഗ് നടക്കുന്നു. ആ റൂട്ടിംഗ് നടന്നിട്ട് ആ റണ്ണേഴ്സിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം റണ്ണറിന്റെ എക്സാമ്പിൾ ആണ്
ഈ ഓരോ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് പഠിക്കുമ്പോൾ ആ ക്രോപ്പ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണം. ഇപ്പൊ നിങ്ങൾ റണ്ണർ വരുമ്പോൾ ഈ സ്ട്രോബെറിയുടെ പിക്ചർ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വരികയാണെങ്കിൽ ആ എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം റണ്ണറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രോബെറി. നെക്സ്റ്റ് ഈസ് ഓഫ്സെറ്റ് ഓർ ഓഫ് ഷൂട്ട്. That is a special type of lateral shoot or branch which develops from the main stem. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെംസ്, ലാറ്ററൽ ഷൂട്ട് ഓർ ബ്രാഞ്ച് വിച്ച് ഡെവലപ്സ് ഫ്രം ദ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് ആൻഡ് തിക്കൻ സ്റ്റെം ഓഫ് റൊസെറ്റ് ലൈക്ക് അപ്പിയറൻസ്. അതായത് നല്ല ഷോർട്ട് ആയിട്ടുള്ള തിക്കൻഡ് സ്റ്റെം ആയിരിക്കും, ഒരു കുറ്റിച്ചെടി നിൽക്കുന്ന ഒരു അപ്പിയറൻസ്, ഒരു റൊസെറ്റ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. And these offsets which produce sufficient roots can be removed by cutting them close to the main stem. അതായത് നമുക്ക് അത്യാവശ്യം ആ ഓഫ്സെറ്റ് വളർന്ന് നമുക്ക് കട്ട് ചെയ്യാനുള്ള രീതിയിലായി, അല്ലെങ്കിൽ റൂട്ടിങ് അത്യാവശ്യം റൂട്ട് അതിന് സഫീഷ്യന്റ് റൂട്ട്സ് ആയി എന്നാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന സൈഡ് ഷൂട്ട്സിന് അല്ലെങ്കിൽ ഈ ഓഫ്സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓഫ്സെറ്റിന് എക്സാമ്പിൾ ഏതാണ്? ഡേറ്റ് പാം അല്ലെങ്കിൽ പൈനാപ്പിൾ. ഇത് രണ്ടും ഓഫ്സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്ട്രക്ചർ, ഇപ്പം കുറെ അധികം സ്ട്രക്ചേഴ്സ് ആയി, അതിന്റെ എക്സാമ്പിൾസ് ആയി നമുക്ക് ഒരു കൂടി ഇതൊന്ന് റിവൈസ് ചെയ്ത് പോകുമ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കും. നെക്സ്റ്റ് ഇസ് സക്കർ. സക്കർ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ക്രോപ്പ് ഏതായിരിക്കും? ഈ പിക്ചറിൽ കാണുന്നത് ദാറ്റ് ഇസ് ബനാന. അതായത് വാഴയുടെ കന്നുകൾ, വാഴക്കന്നുകൾ. വാഴയ്ക്ക് നമ്മൾ ബനാനയിൽ നമ്മൾ എന്താ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സക്കർ ആണ് നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ന്യൂ ഷൂട്ട്സ് ദാറ്റ് ഗ്രോസ് ഫ്രം അഡ്വന്റേഷ്യസ് ബഡ് ഓൺ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഓർ റൂട്ട്. And these suckers originated from the underground stem is dug out and is used for propagation of plant. എല്ലാവർക്കും നമ്മുടെ ഒക്കെ വീട്ടിൽ വാഴയുള്ളതാണ്. അപ്പൊ വാഴയിൽ നമ്മൾ എങ്ങനെയാണ് വാഴയുടെ സൈഡിൽ കൂടെ വരുന്ന ഈ സക്കറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സക്കറിന് എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ, സക്കറിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് ബനാന, ക്രൈസാന്തിമം, പൈനാപ്പിൾ, കറി ലീഫ്. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം തന്നെ സക്കേഴ്സിന് എക്സാമ്പിൾ ആണ്. ഈ സക്കർ ഫോം ചെയ്യുന്ന ഇനിയിപ്പം സ്റ്റെമ്മിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നതെങ്കിൽ സ്റ്റെം സക്കർ, റൂട്ടിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെങ്കിൽ റൂട്ട് സക്കർ. പിന്നെ നമ്മൾ ഈ കറി ലീഫ് എന്ന് പറയുന്നത് റൂട്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന റൂട്ട് സക്കേഴ്സ് ആണ് കറി ലീഫിൽ. അപ്പം കറി ലീഫിന്റെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സിംപ്ലി സക്കർ എന്ന് പറയുന്നതിന് പകരം റൂട്ട് സക്കർ എന്ന് പറയാം. അതായത് ഈ സക്കർ ഫോം ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോർഷനിൽ നിന്നാണെങ്കിൽ അത് സ്റ്റെം സക്കർ, റൂട്ടിൽ നിന്നാണെങ്കിൽ റൂട്ട് സക്കർ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കറി ലീഫിൽ എന്താണ്? റൂട്ട് സക്കേഴ്സ് ആണ് നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ആണ് ക്രൗൺ എന്ന് പറയുന്നത്. ഈ ക്രൗൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഓൾറെഡി പൈനാപ്പിളിന്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞു. പൈനാപ്പിൾ നമുക്ക് സക്കർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ക്രൗൺ വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പൈനാപ്പിൾ ഇവിടെ കാണാം, ഇതിന്റെ ബേസിൽ പോർഷൻ സക്കർ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഗ്രൗണ്ട് സക്കർ, ഏരിയൽ സക്കർ ഇവിടെ കാണാം, സക്കേഴ്സ് എടുക്കാം. അതുപോലെ തന്നെ അതിന്റെ ഏരിയൽ പോർഷൻ, ഇത് ക്രൗൺ റീജിയനിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ. ഹലോ മാം, എക്സ്ക്യൂസ് മീ. പറഞ്ഞു മാം, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാമോ? നമ്മുടെ സ്ലൈഡ് ഷെയറിൽ തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോകാമോ? അപ്പൊ ഇവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. അതുപോലെ മാം, ഫുള്ള് ഇംഗ്ലീഷിൽ പറയാതെ നമ്മുടെ ടോപ്പിക് എന്താന്ന് ഫസ്റ്റ് മലയാളത്തിൽ പറഞ്ഞിട്ട് ഡെഫിനേഷൻ ഒന്ന് ഇംഗ്ലീഷിൽ. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചർ, നമ്മൾ പൈനാപ്പിളിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു. നമ്മൾ ഓൾറെഡി സക്കർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സക്കേഴ്സ് വഴി നമുക്ക് പൈനാപ്പിൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്രൗൺ വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ക്രൗൺ എന്റെ ഈ ഇതിനകത്ത് ഈ ഹൈലൈറ്റ് ഓപ്ഷൻ ചെറുത് വർക്ക് ചെയ്യത്തില്ല, ഞാൻ അതാണ് അത് ചെയ്യാതെ പോയത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി അത് റിവൈസ് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കുറെ അധികം സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന ക്രൗണിലാണ്. അപ്പം ക്രൗൺ വരെയാണ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് പഠിക്കാനുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ആദ്യം തൊട്ട് നിങ്ങൾക്ക് ഇതിന്റെ എന്താണെന്നുള്ളത് അതിന്റെ എക്സാമ്പിൾസും കാണിച്ചു തരാം. ഒന്നാമത് നമുക്ക് എന്താണ്, നമുക്ക് തിരിച്ച് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോവാം. ക്രൗൺ എന്ന് പറയുന്നത് that is a part of plant at the surface of the ground from which new shoots are produced. നമ്മൾ ഈ ഒരു പൈനാപ്പിളിന്റെ പോർഷൻ എടുക്കുകയാണെങ്കിൽ പൈനാപ്പിളിന് നമുക്ക് എന്ത് ചെയ്യാം? സക്കേഴ്സ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് ഗ്രൗണ്ട് സർഫസിൽ വരുന്ന സക്കേഴ്സ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്രൗൺ വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് തന്നെ കമേഴ്ഷ്യലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ്, ഏറ്റവും കൂടുതൽ സക്സസ് തരുന്ന ഏത് മെത്തേഡാണോ അതിനെയാണ് നമ്മൾ കമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്രൗണിന് എക്സാമ്പിൾ ഏതാണ്? ക്രൗൺ ചോദിച്ചു കഴിഞ്ഞാൽ ക്രൗൺ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് പൈനാപ്പിൾ. നെക്സ്റ്റ് സക്കർ. സക്കർ ഏതാണ്? സക്കർ എന്ന് പറയുന്നത് ബനാന, ദെൻ ക്രൈസാന്തിമം,
പൈനാപ്പിൾ, കറി ലീഫ്, ഇതെല്ലാം തന്നെ എന്താണ് എന്തിന് എക്സാമ്പിൾ ആണ്? സക്കേഴ്സിന് എക്സാമ്പിൾ ആണ്. ഹലോ, നമ്മൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് അതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ ആണോ വരിക? മിക്കവാറും ഓപ്ഷൻസ് ഞാൻ ഇത് ക്വസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്രൗണ്, സക്കർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡെഫിനറ്റ് ഷുവർ ആയിട്ട് ഉണ്ടായിരിക്കും. അല്ല മിക്കവാറും കേസിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ വരുമ്പം. സക്കറും ക്രൗണും ആണ്. സക്കർ, ക്രൗണ്, ഇത് കൂടാണ്ട് സ്ലിപ്സ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. അപ്പം ഓപ്ഷനിൽ സ്ലിപ്സ് ആണ് കാണുന്നതെങ്കിൽ ഏറ്റവും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ലിപ്സ് എന്ന് പറയുന്ന പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ദാറ്റ് ഇസ് ഫോളോഡ് ബൈ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സക്കറാണ്. അപ്പൊ സക്കർ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സക്കർ തന്നെ ഓപ്റ്റ് ചെയ്യുക. സക്കറും ക്രൗണും ഉണ്ടെങ്കിൽ എന്താണ് ആ രണ്ട് ഓപ്ഷൻസും ചൂസ് ചെയ്യുക. മിക്കവാറും ഇപ്പം ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് സി അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സക്കേഴ്സും ക്രൗൺസും ഒക്കെ തന്നെയാണ് നമ്മൾ ഫാമേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം സക്കറിന് എക്സാമ്പിൾ ആണ് ബനാന, ക്രൈസാന്തിമം, പൈനാപ്പിൾ ആൻഡ് കറി ലീഫ്. നെക്സ്റ്റ് ഈസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് നമ്മൾ പറഞ്ഞു. ഓഫ്സെറ്റ് നമുക്ക് ഈ ഡേറ്റ് പാമിന്റെ ഈ ഒരു ഫിഗർ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ലാറ്ററൽ ഷൂട്ട്സ്, അതൊരു റൊസെറ്റ് ലൈക്ക് അപ്പിയറൻസ്, ഇത് നല്ല തിക്കായിട്ട് ഷോർട്ടൻഡ് ആയിട്ട് ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കും. അപ്പൊ അതിനകത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള റൂട്ട്സ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള റൂട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് നടാൻ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് റണ്ണർ. റണ്ണർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിലൂടെ റൺ ചെയ്യുന്നതായിട്ട് ആലോചിക്കുക. ഇത് ഗ്രൗണ്ടിൽ കൂടെ നമ്മുടെ സ്റ്റെമ്മിനെ ഹൊറിസോണ്ടലി നമ്മൾ വളർത്തിയിട്ട് അതിൽ നിന്ന് റൂട്ട് ചെയ്തെടുക്കുന്ന കട്ടിങ്സിന് അല്ലെങ്കിൽ റണ്ണേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് ഗ്രോ ചെയ്തെടുക്കുന്നതാണ് റണ്ണർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ് റണ്ണറിന്റെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയലിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് റൈസോമിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? റൈസോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി, മഞ്ഞൾ, ഏലം, അതായത് ജിഞ്ചർ, ടർമറിക്, കാർഡമം, ഇത് മൂന്നും വരിക. റൈസോം എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ ട്യൂബറസ് റൂട്ട്സ് ആൻഡ് സ്റ്റെം. മധുരക്കിഴങ്ങിൽ, സ്വീറ്റ് പൊട്ടറ്റോയിൽ നമ്മൾ റൂട്ട്സും അതുപോലെ തന്നെ വൈൻ കട്ടിങ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വൈൻ കട്ടിങ്സ് ആണ്. ഓക്കെ, ദെൻ ട്യൂബർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ പൊട്ടാറ്റോ. ദെൻ കോം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫസ്റ്റ് സെന്റൻസ് നോക്കുക. കോം ഈസ് എ സ്വോളൻ ബേസ് ഓഫ് സ്റ്റെം ആക്സസ് എൻക്ലോസ്ഡ് ബൈ ദ ഡ്രൈ സ്കെയിൽ ലീവ്സ്. ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈ സ്കെയിൽ ലീവ്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് എന്ന് പറയുന്നത് കോം എന്ന് പറയുന്നത്. എലിഫന്റ് ഫൂട്ടിയം അതുപോലെ തന്നെ ഗ്ലാഡിയോലസ് ആണ് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. അടുത്തത് ബൾബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ക്രോപ്പ് ഒണിയൻ. ദാറ്റ് ഇസ് എൻക്ലോസ്ഡ് ബൈ തിക്ക് ഫ്ലഷി സ്കെയിൽസ് കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഒണിയൻ എന്ന് പറയുന്നത്. ഒണിയനും ലില്ലിയും എക്സാമ്പിൾ ഫോർ എന്ത്? ബൾബ്. ഓക്കെ, അപ്പം ബൾബ്, ദെൻ കോം, ട്യൂബറസ് റൂട്ട്സ് ആൻഡ് സ്റ്റെം, റൈസോം, റണ്ണർ, ദെൻ ഓഫ്സെറ്റ് ഓർ ഓഫ് ഷൂട്ട്, ദെൻ സക്കർ, ക്രൗൺ. ഇത്രയുമാണ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്. അപ്പൊ നമ്മൾ അസെക്ഷൽ മെത്തേഡ്സിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് പ്രൊപ്പഗേഷൻ ബൈ യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് MCQs ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ ഓർമ്മ വരും. എല്ലാവരും എന്താണ് സംഭവം എന്നുള്ളത് അറിഞ്ഞിരിക്കുക, ഏത് ക്രോപ്പിലാണ് അത് യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തന്നിട്ടുള്ളത് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ബൈ കട്ടിങ്സ്. എന്ന് പറയുമ്പോൾ എന്താണ്? എനി വെജിറ്റേറ്റീവ് പ്ലാന്റ്, അതായത് നമ്മളൊരു മദർ പ്ലാന്റ്, ഒരു പേരന്റ് പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വെജിറ്റേറ്റീവ് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എനി വെജിറ്റേറ്റീവ് പാർട്ട്, ഏതൊരു വെജിറ്റേറ്റീവ് പാർട്ട്, റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീഫ് ആവാം, അത് കട്ട് ചെയ്തെടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു? ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ്, അതായത് അതിനൊരു പുതിയ പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്ത് രൂപപ്പെട്ട് വരാൻ കഴിവുള്ള ഒരു വെജിറ്റേറ്റീവ് പാർട്ടിനെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതാണ് പ്രൊപ്പഗേഷൻ ബൈ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ. നമ്മൾ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്റ്റെം കട്ടിങ്സ് മാത്രമായിരിക്കും പക്ഷെ വരുന്നത്. സ്റ്റെം കട്ടിങ്സ് മാത്രമല്ല, ഏതൊരു വെജിറ്റേറ്റീവ് പാർട്ട്, അത് റൂട്ട് ആവാം, സ്റ്റെം ആകാം, അതുപോലെ തന്നെ ലീഫ് ആവാം, അത് കട്ട് ചെയ്തെടുക്കുന്നു, പേരന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കുന്നു. ദാറ്റ് ഇസ് ഹാവിംഗ് കേപ്പബിൾ ഓഫ് റീജനറേറ്റിംഗ് ഇൻടു എ ന്യൂ പ്ലാന്റ്, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്നു. അപ്പം ടൈപ്സ് ഓഫ് കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് കട്ടിംഗ് ഏതൊക്കെയാണ്? സ്റ്റെം കട്ടിംഗ്, റൂട്ട് കട്ടിംഗ് ആൻഡ് ലീഫ് കട്ടിംഗ്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കട്ടിങ്ങിന്റെ ടൈപ്സ്. അപ്പൊ ഇനി നമുക്ക് ഓരോ കട്ടിങ്സിന്റെയും ടൈപ്സും അതിന്റെ എക്സാമ്പിൾ നോക്കാം. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ?
ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെം കട്ടിങ്സ് നോക്കാം. ഇനി സ്റ്റെം കട്ടിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഹാർഡ്വുഡ് കട്ടിങ്സ്, സെമി ഹാർഡ്വുഡ് കട്ടിങ്സ്, സോഫ്റ്റ് വുഡ് കട്ടിങ്സ് ആൻഡ് ഹെർബേഷ്യസ് കട്ടിങ്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഓരോ ക്രോപ്പ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്തതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ സ്റ്റെം കട്ടിങ്സിന് ഫസ്റ്റ് കട്ടിങ്സ് സ്റ്റെം കട്ടിങ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഹാർഡ്വുഡ് കട്ടിങ്സ്, സെമി ഹാർഡ്വുഡ് കട്ടിങ്, സോഫ്റ്റ് വുഡ് കട്ടിങ്സ് ആൻഡ് ഹെർബേഷ്യസ് കട്ടിങ്സ്. ഓക്കെ. അപ്പൊ നമുക്കിനി ഓരോ കട്ടിങ്സും എന്താണ് അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും നോക്കാം. അപ്പൊ നമ്മൾ ഇനി ഓരോ കട്ടിങ്സ് പറയുമ്പോഴും ആ കട്ടിങ്സിന്റെ ഏജ് ഓഫ് കട്ടിങ് ആൻഡ് ലെങ്ത് ഓഫ് കട്ടിങ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അതായത് എത്ര പ്രായമുള്ളപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്, എത്ര സ്റ്റെമ്മിന്റെ എത്ര മെച്ചുറേഷൻ വരുന്ന സമയത്താണ് നമ്മൾ ആ കട്ടിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത് വരുന്നു, എത്ര നോഡ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ കട്ടിങ്സിലും സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾസ് തന്നെയാണ്. പല എക്സാംസിലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഏജ് ചോദിക്കാം, അല്ല എങ്കിൽ പിന്നെ കൂടുതലും കണ്ടിട്ടുള്ളത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ഫസ്റ്റ് കട്ടിംഗ് ആണ് ഹാർഡ്വുഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹാർഡ്വുഡ് കട്ടിംഗ് എന്താണ്? 1 year ഓൾഡ് ആൻഡ് മെച്യൂർ ഷൂട്ട്സ്. 1 year ഓൾഡ്, 1 വർഷം പ്രായമായിട്ടുള്ള കുറച്ച് പേരിൽ തന്നെയുണ്ട് ഹാർഡ് വുഡ് കട്ടിംഗ്. എന്തായിരിക്കും? ആ വുഡ് കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. അത് ലിഗ്നിഫിക്കേഷൻ ഒക്കെ നടന്ന് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കട്ടിംഗ് ആയിരിക്കും എന്ന് പറയുന്നത് ഹാർഡ്വുഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏജ് 1 year ഓൾഡ് കട്ടിംഗ്. 1 year ഓൾഡ് കട്ടിംഗ് ആണ് എന്ന് പറയുന്നത് ഹാർഡ്വുഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലെങ്ത് ഓഫ് കട്ടിംഗ്, ലെങ്ത് ഓഫ് കട്ടിംഗ് എത്രയാ? 10 to 45 സെന്റിമീറ്റർ, 10 to 45 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഹാർഡ്വുഡ് കട്ടിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു കട്ടിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ എന്തുണ്ടായിരിക്കും? അതിനകത്ത് കുറച്ച് ഗ്രീൻ സോഫ്റ്റ്വെയർ ഏരിയാസ് ഉണ്ട്. അതുപോലെ കുറച്ച് മെച്ചർ ആയിട്ടുള്ള കറന്റ് സീസൺ ഗ്രോത്ത്, അതായത് മെച്ചർ വുഡിനാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ഹാർഡ്വുഡ് കട്ടിങ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മെച്ചർ കറന്റ് സീസൺ വുഡിനെയാണ്. അപ്പൊ അതിന്റെ ഏജ് ആലോചിക്കുക. 1 year ഓൾഡ് ആൻഡ് മെച്ചർ ഷൂട്ട്സ് ആർ സെലക്ടഡ്. Then length of cutting എത്രയാണ്? 10 to 45 സെന്റിമീറ്റർ. Then it should possess at least 2 to 3 nodes. 2 മുതൽ 3 നോഡുകൾ വരെ ഉണ്ടായിരിക്കണം. 2 മുതൽ 3 നോഡുകൾ, 3 കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം എന്താ? നമ്മൾ കട്ടിങ്സിന്റെ ഒരു നോഡ് നമ്മൾ മണ്ണിലേക്ക് നമ്മൾ നടുമ്പോൾ മണ്ണിന് അടിയിലായിരിക്കും ഒരു നോഡ് പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മുകളിലേക്ക് ബാക്കി നോഡ്സ് ഉണ്ടാവണം. അപ്പൊ ഒരു 2 മുതൽ 2 മുതൽ 3 നോഡ്സ് വരെയുള്ള കട്ടിങ്സ് ആയിരിക്കണം എന്ന് പറയുന്നത്. 1 year old and mature shoots are selected. Then length of cutting. ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? Then length of cutting 10 to 45 സെന്റിമീറ്റർ. Then it should possess at least 2 to 3 nodes. 2 മുതൽ 3 നോഡ് വരെ വേണം. ഇനി അതിന്റെ എക്സാമ്പിൾസ്, ഹാർഡ്വുഡ് കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് നമ്മുടെ റോസ്, നമ്മുടെ വീട്ടിലെ റോസാപ്പ്, റോസ്, ദെൻ ഫിഗ്, പോംഗ്രനേറ്റ്, മാതള നാരങ്ങ, ദെൻ ഗ്രേപ്സ്. ഇതൊക്കെ തന്നെ എന്താണ്? ഏറ്റവും കോമൺ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ എക്സാംസിന് ചോദിച്ചും അതുപോലെ തന്നെ ഹാർഡ്വുഡ് കട്ടിങ്സിന്റെ കമേഴ്ഷ്യൽ, അതായത് നമുക്ക് കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ക്രോപ്സും ആണ് എക്സാമ്പിൾസിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രേപ്സ്, പോംഗ്രനേറ്റ്, ഫിഗ്, റോസ്, ഇത് 4 എന്തിന് എക്സാമ്പിൾ ആണ്? ഹാർഡ്വുഡ് കട്ടിങ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ.